വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ ചേരും. കിരൺ, ഉദയനിധിയുടെ കാലമാണിനി. പതുക്കെ പതുക്കെ അധികാരം മുഖ്യമന്ത്രി സ്ഥാനം ഉദയനിധിയിലേക്ക് മാറ്റുക, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുള്ള നേതാവ് കൂടിയാണ് സ്റ്റാലിൻ. അതുതന്നെയാണോ ഇപ്പോൾ ലക്ഷ്യം? രഞ്ജിത്ത്, വളരെയേറെ കൗതുകമുള്ള ഒരു മാറ്റം കൂടിയാണിത്. തമിഴ്നാട്ടിലെ ഒരേ കുടുംബത്തിലെ കരുണാനിധി കുടുംബത്തിലെ രണ്ടാമത്തെ തലമുറ മാറ്റമാണിത്. എം കരുണാനിധി ആയിരുന്നു ദീർഘകാലം DMKയുടെ തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തിന്റെ അവസാന കാലം വരെ DMK നയിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മകൻ MK സ്റ്റാലിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ 56-ാമത്തെ വയസ്സുവരെ കാത്തിരിക്കേണ്ടി വന്നു. അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാനും അച്ഛൻ കരുണാനിധിയുടെ മരണം വരെ കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തെ രണ്ടാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അനന്തരഗാമിയായി പ്രഖ്യാപിക്കും എന്നുള്ള സൂചനകളൊക്കെ വന്നെങ്കിലും കരുണാനിധി അത് പ്രഖ്യാപിക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു അവസാന നിമിഷം വരെ. എന്നാൽ സ്റ്റാലിൻ മുഖ്യമന്ത്രി സ്ഥാനം അധികാരത്തിലേറ്റ തൊട്ടു പിന്നാലെ തന്നെ ഈ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ MLA സ്ഥാനത്തേക്ക് ചെപ്പോക്കിൽ നിന്ന് മത്സരിച്ചു. ചെപ്പോക്കിൽ നിന്ന് ആദ്യ തവണ MLA ആയ ഉദയനിധിക്ക് ആദ്യം മന്ത്രിസ്ഥാനം നൽകിയില്ല. പിന്നീട് 2022-ൽ അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നു. പതിയെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം ഉദയനിധി സ്റ്റാലിൻ ഇടപെടുകയും അച്ഛന്റെ തണലിൽ നിൽക്കുന്ന ഒരു നേതാവല്ല, സ്വതന്ത്രമായി അസ്തിത്വമുള്ള ഒരു നേതാവാണെന്ന് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഉദയനിധി തെളിയിക്കപ്പെടുകയും അതിനുശേഷം ഇപ്പോൾ തന്റെ അനന്തരഗാമിയായി അല്ലെങ്കിൽ DMKയുടെ അടുത്ത നേതാവായി സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിനെ വാഴിച്ചിരിക്കുകയാണ്. തലമുറ മാറ്റം ഒന്നാമത്തെ തന്റെ മുഖ്യമന്ത്രി ടേമിൽ തന്നെ സ്റ്റാലിൻ സാധ്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണോ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ദീർഘകാലം സ്റ്റാലിന് M കരുണാനിധിക്ക് മുന്നിൽ കാത്തു നിൽക്കേണ്ടി വന്നത്, അത്തരമൊരു അനുഭവം തന്റെ മകന് ഉണ്ടാവരുത്, അല്ലെങ്കിൽ തന്റെ പാർട്ടിയിൽ അത്തരമൊരു അനുഭവം ആരാണ് അനന്തരഗാമി എന്നെ സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടാവരുത്. ഏതു സമയത്ത് കാര്യത്തിലും പുതിയ ആൾ ആര് എന്ന കാര്യത്തിന് ഉത്തരം കൃത്യമായി നൽകണം. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാലിൻ വളരെ കൃത്യമായി ഉത്തരം നൽകിയിരിക്കുന്നു. അത് ഉദയനിധി സ്റ്റാലിനാണ്. ഉദയനിധി സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അച്ഛന്റെ മകൻ എന്നതിനപ്പുറത്ത്, സ്റ്റാലിന്റെ മകൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വിവാദപരമായ സനാതന ധർമ്മ പരാമർശങ്ങളടക്കം ദേശീയ തലത്തിലടക്കം വളരെ ശ്രദ്ധ നേടുകയും അത് ഒരു തരത്തിൽ ഇന്ത്യ മുന്നണിക്കടക്കം തലവേദനയാണെങ്കിൽ പോലും ആ സ്റ്റാൻഡിൽ തന്നെ പാർട്ടിയും ഉദയനിധിയും ഉറച്ചു നിൽക്കുകയും അത് തമിഴ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായ പരാമർശമായിരുന്നു സനാതന പരാമർശം. അത്തരം രാഷ്ട്രീയ പരാമർശങ്ങളിലൂടെ എതിരാളികൾക്ക് നേരെ ഉയർത്തുന്ന നിശിതമായ രാഷ്ട്രീയ ആക്രമണങ്ങളിലൂടെ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിനേക്കാൾ മുന്നിൽ നിന്ന് DMKയുടെയും ഇന്ത്യ മുന്നണിയുടെയും പ്രചരണത്തെ നയിച്ചത് ഉദയനിധി സ്റ്റാലിനാണ്. 46-ാമത്തെ വയസ്സിൽ ഉദയനിധി സ്റ്റാലിൻ, സിനിമാ നടനും സിനിമാ നിർമ്മാതാവും കൂടിയായ ഉദയനിധി സ്റ്റാലിൻ തമിഴ് രാഷ്ട്രീയത്തിലെ രണ്ടാമനായി, സ്റ്റാലിന് ശേഷം DMKയിൽ രണ്ടാമനായി വരുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടിയുണ്ട്. വിജയിയെ പോലെ തമിഴിലെ ഏറ്റവും ജനപ്രിയനായ ഒരു നടൻ മറ്റൊരു സിനിമയായി വരുന്നു. ആ സിനിമയായി വരുമ്പോൾ പുതിയ കാലത്തിന്റെ പ്രതിനിധിയായി തന്നെ DMKയുടെ നേതാവ് DMK ഉദയനിധി അവതരിപ്പിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു വശത്ത് BJPയുടെ നേതാവ് അണ്ണാമലയാണ്. അണ്ണാമലയെ പോലൊരു നേതാവ്, എല്ലാം 50 വയസ്സിൽ താഴെയുള്ള നേതാക്കളാണ്. അണ്ണാമലയായാലും വിജയായാലും 50 വയസ്സ്, അണ്ണാമലയായാലും 50 വയസ്സിൽ താഴെയാണ്. ഉദയനിധി സ്റ്റാലിൻ 46 വയസ്സാണ്. അങ്ങനെ 50 വയസ്സിൽ താഴെയുള്ള 3 പ്രധാനപ്പെട്ട നേതാക്കൾ തമിഴ് രാഷ്ട്രീയത്തിന്റെ നടുമുറ്റത്തേക്ക് വന്നു നിൽക്കുകയാണ്. സ്റ്റാലിൻ എന്ന് പറയുന്ന ഇപ്പോൾ നിലവിൽ തമിഴ് രാഷ്ട്രീയത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവിന് ആര് പിൻഗാമി എന്ന ചോദ്യത്തിന് DMKയും സ്റ്റാലിനും ഉത്തരം നൽകിയിരിക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്റ്റാലിൻ ഉദയനിധി സ്ഥാനത്തെത്തുമ്പോൾ DMKയിൽ ഒരു അധികാര കൈമാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടി ബാക്കി നിൽക്കുകയാണ്. ഒപ്പമാണ് 3-4 മന്ത്രിമാർ കൂടി വരുന്നുണ്ട് കിരൺ. അതിൽ സെന്തിൽ ബാലാജി നമുക്കറിയാം അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ട് ഗവർണറുടെ നിർദ്ദേശപ്രകാരം പുറത്തുപോയ ആളാണ്. ഇപ്പോൾ കുറ്റവിമുക്തനായി എന്നത് പൂർണ്ണമായും കോടതി കുറ്റവിമുക്തനാക്കിയിട്ടില്ല. പക്ഷേ കേസിൽ പുറത്തിറങ്ങി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ആൾ കൂടിയാണ് സെന്തിൽ ബാലാജി. അദ്ദേഹത്തെ അടക്കം മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി വിശ്വസ്തരെ കൈവിടില്ല എന്ന് ഉറപ്പുകൂടി നൽകുകയാണ് സ്റ്റാലിൻ. വിശ്വസ്തരെ കൈവിടല്ല എന്ന ഉറപ്പുകൂടിയല്ല, ഒരു രാഷ്ട്രീയമായ ഒരു നീക്കം കൂടിയാണ് MK സ്റ്റാലിൻ നടത്തുന്നത്. സെന്തിൽ ബാലാജിയെ കേസിൽ കുടുക്കിയത് കേന്ദ്ര സർക്കാരാണെന്നും BJP ആണ് എന്നും, സെന്തിൽ ബാലാജി ഏതെങ്കിലും തരത്തിൽ അഴിമതി കാണിച്ചിട്ടില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു തുടക്കം മുതൽ DMK നിന്നത്. DMK അദ്ദേഹത്തിന് ഒരു വകുപ്പുമില്ലാതെ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് ദീർഘകാലം നിലനിർത്തുകയും ചെയ്തു. ഒടുവിൽ ഗവർണറെ അടക്കം ഇടപെടലിനെ തുടർന്നാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു ഘട്ടം വന്നത്. ആ ഘട്ടം വരെ എങ്ങനെയൊക്കെ എവിടെയെല്ലാം വരെ സംരക്ഷിക്കാമോ അവിടം വരെ
സംരക്ഷിച്ച ശേഷമാണ് സെന്തിൽ ബാലാജിയെ കൈവിട്ടത്. അതിനുശേഷം ഇപ്പോൾ ജാമ്യം ലഭിച്ചപ്പോൾ സെന്തിൽ ബാലാജിയെ മടക്കി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അത് ദീർഘകാലമായി സ്റ്റാലിനായാലും DMK ആയാലും എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ പിന്തുടർച്ച കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ BJP കേസിൽപ്പെടുത്താൻ, അഴിമതി കേസിൽപ്പെടുത്തി പ്രാദേശിക പാർട്ടികളുടെ അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടികളുടെ നേതാക്കളെ കേസിൽപ്പെടുത്തി ഒതുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കും എന്നുള്ളതിന്റെ നിലപാട് കൂടിയാണ്. ആ നിലപാടാണ് അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. തമിഴ്നാടിനെ സംബന്ധിച്ച് DMK സംബന്ധിച്ച് ആ രാഷ്ട്രീയം ഗുണം ചെയ്യുന്ന രാഷ്ട്രീയം തന്നെയാണ്. അതോടൊപ്പം തന്നെ പുതുതായി മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ ഗോവി ചേഴിയാനെയും R രാജേന്ദ്രനെയും SM നാസറിനെയുമാണ് ഒഴിവാക്കുന്നത്. T മനോജ് തങ്കരാജിനെയും അതോടൊപ്പം തന്നെ K രാമചന്ദ്രനെയുമാണ്. പെർഫോമൻസിന്റെ കാര്യത്തിൽ പിന്നാക്കം നിൽക്കുന്ന മന്ത്രിമാരെ ഒഴിവാക്കുന്നു. അതിനു പകരം മന്ത്രിസഭയിലേക്ക് കൂടുതൽ പെർഫോമൻസ് നടത്തുമെന്ന് പ്രതീക്ഷയുള്ള പ്രതിച്ഛായുള്ള നേതാക്കളെ ഉൾപ്പെടുത്തുന്നു. അത്തരമൊരു നീക്കം കൂടിയാണ് സ്റ്റാലിൻ നടത്തുന്നത്. തന്റെ മകനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒപ്പമുണ്ടാവുന്ന ടീം ശക്തമായ ഒരു ടീമായിരിക്കണം, അല്ലെങ്കിൽ കരുത്തുറ്റ ഒരു ടീമായിരിക്കണം, കുറെ കൂടി ചെറുപ്പക്കാരുടെ ഒരു നിരയായിരിക്കണം എന്നതുകൂടി മുന്നിൽ കണ്ടുള്ള നീക്കം കൂടിയാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ സെന്തിൽ ബാലാജി അടക്കം നിലനിർത്തുന്നതിൽ തമിഴിലെ ദ്രാവിഡ പൊളിറ്റിക്സിലെ കാസ്റ്റ് പൊളിറ്റിക്സിന് കൂടി അതിൽ ചില പ്രാധാന്യങ്ങളുണ്ട്. അത്തരം പ്രാധാന്യങ്ങൾ കൂടി ആ തരത്തിലേക്ക് കൂടി എല്ലാ തരത്തിലേക്കുള്ള ആളുകളെയും കൂട്ടിയോജിപ്പിച്ച് നിർത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയാണ് സ്റ്റാലിൻ അത്തരം ഒരു നീക്കം നടത്തുന്നത്. പ്രത്യേകിച്ച് വിജയിയെ പോലെ ഒരു തമിഴ്നാടിനെ സംബന്ധിച്ച് ചെറുപ്പക്കാരെ വളരെ വലിയ തോതിൽ ആകർഷിക്കാൻ കഴിവുള്ള ഒരു നടൻ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി വരുന്നു. അത്തരമൊരു രാഷ്ട്രീയ പാർട്ടി ചിലപ്പോൾ DMK അടക്കം വെല്ലുവിളിയാൻ സാധ്യതയുണ്ട്. നിലവിൽ ADMK പ്രധാനപ്പെട്ട നേതാക്കളാരും ഇല്ലാതിരിക്കുകയും ADMK പതിയെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാനത്തേക്ക് സ്വാഭാവികമായും വിജയ് വരാനുള്ള സാധ്യത സ്റ്റാലിനും DMKയും മുന്നിൽ കാണുന്നുണ്ട്. അത്തരം